ശിവൻ ഒരു ഏലിയനാണ്, അല്ലെങ്കിൽ കൈലാസം എന്ന് പറയുന്നത് ഒരു പേടകമാണ്. ആ 7 ലോകങ്ങളിലും കൈലാസം ഉള്ളത് കൊണ്ട് ആ ലോകത്തിൽ നിന്ന് വരുന്ന ശിവൻ മാത്രമാണോ ഏലിയൻസ് ആകുന്നത്? ദൈവങ്ങളെല്ലാം ഈ പറയുന്ന ദേവന്മാരെല്ലാം ഏലിയൻസ് ആണ്, ദൈവമല്ല. ശിവനെ ഞാൻ കെട്ടിപ്പിടിക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആള് കാണാത്തതുകൊണ്ട് എനിക്കത് പാർവതിയും പട്ടികളുമായിട്ട് വന്ന് എൻ്റെ അടുക്കൽ കൂടെ ഇങ്ങനെ താപ്പോട്ടിറങ്ങി. പച്ച നിറത്തിലൊക്കെയുള്ള പട്ടികളുടെ നിറവും ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഏലിയൻസ് കുറവാണ്. ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഭാഗത്താണ്. അപ്പോൾ ഈ ഹിമാലയത്തിൽ ഏലിയൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. യതിയാണ് ഒരു ഏലിയൻസ്. യതിയെപ്പറ്റി ചോദിച്ചു. അപ്പോൾ യതിയെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് നമ്മുടെ കുട്ടിരാമനല്ലേ എന്നായിരുന്നു. പണ്ട് ഞാനിവനെ ഇവിടുന്ന് കൊണ്ടുപോയതാണ്. അവനിപ്പോൾ 600-700 വയസ്സുണ്ട്. നീൽഗംഗയിൽ കുളിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേട്ട് ഞാൻ മേളിൽ കൂടെ പാലത്തേ പോകുമ്പോൾ എൻ്റെ മുഖത്തോട്ട് വെള്ളം കുപ്പിളിച്ച സ്ത്രീയാണ് ഞാൻ ഈ ഹരിദ്വാർ കുംഭമേളയ്ക്ക്, ഈ ത്രിവേണി കുംഭമേളയ്ക്ക് കണ്ടത്. ചെറിയ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ ഏലിയൻസ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുണ്ടോ? ഭൂമിയിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വളരുന്നുള്ളതായിട്ട് അറിയില്ല. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്യഗ്രഹങ്ങളിൽ ജീവികൾ വളരുന്നുണ്ട്. അത് അന്യഗ്രഹങ്ങളിൽ ജീവികൾ വളരുന്നുണ്ട്. അതെങ്ങനെയാണ്? നമുക്കറിയില്ല. അങ്ങനെ അതുകൊണ്ടാണല്ലോ അവരിവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അന്യഗ്രഹങ്ങളിൽ ഓക്സിജൻ വേണം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, അല്ലെങ്കിൽ ശ്വസിക്കാൻ പറ്റിയ ഏതെങ്കിലും വാതകം വേണം. അപ്പോൾ ഓക്സിജൻ കൊണ്ട് മാത്രമല്ല ഒരു ജീവി ജീവിക്കുന്നത്. ഇവിടെ വൃക്ഷങ്ങൾ ജീവിക്കുന്നത് ഒരു ജീവിയാണ്. അത് ജീവിക്കുന്ന ഓക്സിജൻ കൊണ്ടല്ല, കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റ് വാതക രൂപമുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാം. അങ്ങനെയില്ല. ഇപ്പം ഫിഷ്, മത്സ്യങ്ങൾ, അതൊന്നും വാതകം കൊണ്ടല്ല ജീവിക്കുന്നത്, ജലം കൊണ്ടാണ്. ജലത്തിലെ ഓക്സിജൻ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതര വാതകങ്ങൾ, മീഥൈൻ, ഈഥൈൻ, ഇങ്ങനെയുള്ള എനിക്കതിനെ കൂടുതൽ അറിയില്ല. ഏതെങ്കിലുമൊക്കെ വാതകങ്ങൾ ഏതെങ്കിലും ഗ്രഹങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് ശ്വസിക്കുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവി അവിടെ ഉണ്ടാകാം. ചിലപ്പോൾ ഓക്സിജൻ തന്നെയാണ് ഉള്ള ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ അങ്ങനൊരു ജീവി ഉണ്ടാകാം, അറിയില്ല. ഇനി അങ്ങനെ ഒരു ഗ്രഹത്തിൽ നിന്ന് ജീവികൾ അവർ വളരെ നമ്മളെക്കാൾ ഡെവലപ്ഡായ വാഹന സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും കണ്ടുപിടിച്ചാൽ നമ്മുടെ ഭൂമിയിലെത്താം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാൻ. അത് ശരിയാണോ എന്ന് പറയാൻ ഞാൻ പര്യാപ്തനല്ല. കാരണം അതിന് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഏലിയൻസ് പലതും അമേരിക്കയുടെ അവരുടെ ശാസ്ത്രത്തിൻ്റെ ഭാഗമായി അവർ പടച്ചുവിട്ട ചില കാര്യങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ ഇല്ലാതിരിക്കണമെന്നില്ല, ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വരുന്നുണ്ടാകാം. പലപ്പോഴും ഈ ശിവൻ ഒരു ഏലിയനാണ്, അല്ലെങ്കിൽ കൈലാസം എന്ന് പറയുന്നത് ഒരു പേടകമാണ് എന്നൊക്കെ ഒരുപാട് കോൺസ്പിറൻസികൾ പലപ്പോഴും പല ആളുകളും പറഞ്ഞു വയ്ക്കാറുണ്ട്. അത് ശരിയാണോ? ശിവൻ എന്ന് പറയുമ്പോൾ കൈലാസവാസിയാണ്, അപ്പോൾ അത് ഏലിയനാണ് എന്ന് പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം ഈ കൈലാസം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഭൂമിയിൽ കാണുന്ന കൈലാസം മാത്രമല്ല. ആധ്യാത്മിക തലത്തിൽ ഈ 7 തലങ്ങളിലും ഉണ്ട് ഈ കൈലാസം. അതലം, വിതലം, സുതലം മുതൽ ഭൂലോകം, ഭൂർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം വരെ കൈലാസമുണ്ട്. അവിടം വരെ ഈ 3 ദേവന്മാർക്കും പ്രാധാന്യമുള്ള ഓരോരോ സ്ഥാനങ്ങളും ഈ 7 ലോകങ്ങളിലും ഉണ്ട്. ആ 7 ലോകങ്ങളിലും കൈലാസം ഉള്ളത് കൊണ്ട് ആ ലോകത്തിൽ നിന്ന് വരുന്ന ശിവന് ഈ ഭൂതലത്തിൽ വരുമ്പോൾ ഒരു ഏലിയനാകാം. അല്ലാതെ അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു സൂര്യനെ പോലോ അല്ലെങ്കിൽ ഭൂമിയെ പോലെയുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്നത് കൊണ്ടല്ല ശിവൻ ഏലിയനായത്. മറ്റൊരു തലത്തിൽ നിന്ന്, സൂക്ഷ്മ തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലെ മറ്റൊരു കൈലാസത്തിൽ നിന്ന് ഭൂമിയിൽ വന്നാൽ അത് ഏലിയനാകാം. അപ്പം നമ്മൾ ഈ സൂക്ഷ്മതലത്തിൽ കാണുന്ന പല സന്യാസിമാരും പറയാറില്ലേ, ഞാൻ ഇന്ന ആളുകളെ സൂക്ഷ്മതലത്തിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ദൈവങ്ങളെ സൂക്ഷ്മതലത്തിൽ കാണാറുണ്ട് എന്ന് പറയാറില്ലേ. അപ്പോൾ ആ സൂക്ഷ്മതലത്തിൽ കാണുന്ന എല്ലാവരും അന്യഗ്രഹ ജീവികളാണോ? അല്ല, അതിനെ വിവേചനം ചെയ്യണം. ഇത് ഹലൂസിനേഷനാണോ, ഡെലൂഷനാണോ, അതോ ഫാക്റ്റാണോ എന്ന് വിവേചനം ചെയ്യണം. വിവേചനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നിലധികം പേര് കാണുക.
അപ്പോൾ ഞാൻ പലത് കണ്ടിട്ടുള്ളതും ഒന്നിലധികം പേര് കണ്ടിട്ടുള്ളതല്ല, ഞാൻ തന്നെ മാത്രം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞാൽ അത് ഹലൂസിനേഷൻ അല്ലേ എന്ന് ചോദിച്ചാൽ മറ്റ് പല സാഹചര്യവും അതുമായിട്ട് ബന്ധപ്പെടുത്തും. ഇപ്പോൾ ഞാൻ ഗംഗയിൽ പോയ കാര്യം പറഞ്ഞു. ഗംഗയിൽ പോയ കാര്യം പറഞ്ഞു, അവിടെ വെള്ളം പതഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഈ വെള്ളം ഒരാഴ്ചത്തേക്ക് ആ ഗംഗ മുഴുവൻ പതയായിരുന്നു. അപ്പോൾ ഇതൊരു ഫാക്റ്റ്, അപ്പുറത്തൊരു ഫാക്റ്റ് ഉണ്ട്. ആ ഫാക്റ്റ് ആൾക്കാർ മുഴുവൻ കേട്ടതും വായിച്ചതുമാണ്. പക്ഷേ ആ പതച്ച ആ സ്ത്രീകളെ ആരും കണ്ടില്ല, ഞാൻ കാണുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ കണ്ടത് ഹലൂസിനേഷൻ അല്ല, അല്ലെങ്കിൽ ഡെലൂഷൻ അല്ല, ഫാക്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം മറ്റൊരാൾ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് ഡെലൂഷനാക്കി മാറ്റാൻ പറ്റില്ല. അതിൻ്റെ പല സാഹചര്യങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടതിനെ സാധൂകരിക്കുന്ന രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ഫാക്റ്റായിട്ട് എടുക്കാം. ഇപ്പോൾ ശിവനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വന്ന ഏലിയൻ അല്ലേ, ശിവൻ ഒരു ദേവനായിട്ടല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. ശിവൻ ഒരു ദേവനാണ്. ശിവൻ ദേവനാണ്, വിഷ്ണു ദേവനാണ്, സുബ്രഹ്മണ്യൻ ദേവനാണ്, എല്ലാവരും ദേവന്മാരുടെ കൂട്ടത്തിലാണ് ഇത് എല്ലാവരും പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെല്ലാം ഏലിയൻസ് ആണ്. ശിവൻ മാത്രമാണോ ഏലിയൻസ് ആകുന്നത്? ദൈവങ്ങളെല്ലാം ഈ പറയുന്ന ദേവന്മാരെല്ലാം ഏലിയൻസ് ആണ്, ദൈവമല്ല. ഈ പറയുന്ന ദേവന്മാരെല്ലാം ഏലിയൻസ് ആണ്. കാരണം ഇവർക്ക് പല തലങ്ങളുണ്ട്. ആ തലത്തിൽ നിന്ന് വേറൊരു തലത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ വന്ന തലത്തിലെ ഏലിയൻസ് ആകും. അവർക്ക് ശരീരം എടുക്കാൻ കഴിഞ്ഞെങ്കിലല്ലേ ഏലിയൻസ് ആവുള്ളൂ. ശരീരം എടുക്കാൻ കഴിഞ്ഞാൽ അവർ ഏലിയൻസ് ആകും. അപ്പോൾ ദേവന്മാരെല്ലാം മറ്റൊരു തലത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ, നമ്മുടെ തലത്തിൽ തന്നെയുണ്ട് ദേവന്മാർ. ഈ ശിവൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റു ദേവന്മാരും നമ്മുടെ തലത്തിൽ തന്നെയുണ്ട്. അവർ നമ്മുടെ തലത്തിൽ ഏലിയനല്ല. പക്ഷേ വേറെ ഉപരിതലത്തിലോ അധോതലത്തിലോ നിന്നോ വരുന്ന ഒരു ശിവനോ അല്ലെങ്കിൽ വേറൊരു ദേവനോ നമ്മുടെ ഭൂമിതലത്തിലേക്ക് വന്നാൽ അവർ ശരീരം എടുക്കുകയാണെങ്കിൽ അവരിൽ ഏലിയനാണ്. അവർക്കൊരു ടെസ്റ്റ് ചെയ്യപ്പെടാവുന്ന ഒരു ബോഡി ഉണ്ടെങ്കിൽ ഒരു ഏലിയനാണ്. പക്ഷേ അങ്ങനെയുള്ള ഏലിയനെ, ശിവനെ, അങ്ങനെ ഒരു ഏലിയനെ എങ്ങും കണ്ടതായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുവല്ലോ, ശിവനെ ഞാൻ കെട്ടിപ്പിടിക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ കാണാത്തതുകൊണ്ട് എനിക്കത് ഹലൂസിനേഷൻ ആണോ എന്ന് പറയാനും പറ്റത്തില്ല. ഹലൂസിനേഷൻ അല്ല എന്നുള്ള കാര്യം എനിക്കല്ലേ ഉറപ്പുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പലയിടത്തും വെച്ച് പലരെയും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പാർവതിയും പട്ടികളുമായിട്ട് വന്ന് എൻ്റെ അടുക്കൽ കൂടെ ഇങ്ങനെ താപ്പോട്ടിറങ്ങി ഈ അതിൻ്റെ അടിവാരത്തേക്ക് പോയി. അതുപോലെ തന്നെ അതിനകത്ത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പട്ടികളുടെ നിറം, പച്ച നിറത്തിലൊക്കെയുള്ള പട്ടികളുടെ നിറവും ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർ തൊട്ടടുത്തുള്ള ആളെ ഞാൻ കാണിക്കുന്നു, പക്ഷേ പുള്ളിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടത് ഹലൂസിനേഷനാണോ? അല്ല. കാരണം ഈ അപൂർവമായ സാധനം, ഈ പച്ച നിറത്തിലുള്ള പട്ടി, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത്, ഈ പച്ച നിറത്തിലുള്ള പട്ടി നമ്മുടെ സാധാരണ നാട്ടിലുള്ളതല്ല. അപ്പോൾ അത് കാണാൻ പറ്റിയത് കൊണ്ട് അത് ഹലൂസിനേഷൻ പെടുത്താൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ മാച്ച് ചെയ്ത് നോക്കി നമുക്ക് കുറേയൊക്കെ നമുക്ക് ഇതിനെ ഹലൂസിനേഷനാണോ ഡെലൂഷനാണോ അതുപോലെ മറ്റു വല്ലതുമാണോ എന്ന് പറയാവുന്നതല്ലാതെ ഒരു ശരിക്കും 100% പെർഫെക്റ്റ് ആയിട്ടൊരു ഉത്തരവ് ഇതിനൊന്നും പറയാൻ സാധ്യമല്ല. ഇതിന് മറ്റു തലത്തിൽ നിന്നുള്ള ആരെങ്കിലും സാർ ഇതിനു മുമ്പിട്ട് കണ്ടിട്ടുണ്ടോ? ഇവര് കൂടാതെ മറ്റു തലത്തിൽ നിന്നുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മറ്റു തരത്തിലുള്ള ആരെങ്കിലും നമുക്ക് ഏലിയൻസ് ആണ് എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഈ ശാസ്ത്രത്തിൽ ഏലിയൻസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഇന്ത്യയിൽ ഏലിയൻസ് കുറവാണ്. ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഭാഗത്താണ്. അപ്പോൾ ഈ ഹിമാലയത്തിൽ ഏലിയൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. യതിയാണ് ഒരു ഏലിയൻസ്. പക്ഷെ അതൊന്നും ഈ പറയുന്ന അമേരിക്കൻകാർ പറയുന്ന ഏലിയൻസിൽ പെട്ടതല്ല. അതൊന്നും ഇന്ത്യയിൽ തന്നെ ഏലിയൻസ് ഇല്ല. ഈ അമേരിക്കയുടെ ഭാഗത്താണ്, മെക്സിക്കോ, അമേരിക്ക, ആ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഏലിയൻസ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് ഇല്ലാത്ത സാധനം നമ്മൾ ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ എതിയെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, അപ്പം അങ്ങനെയുള്ളതൊക്കെ ഏലിയൻസ് തന്നെയാണോ? അത് ഈ അടുത്ത സമയത്ത് ശിവപ്രഭാകര സിദ്ധയോഗി ഈ ഇവിടെ ഹരിപ്പാട്ടുള്ള ഒരു അവിടെ ഹരിപ്പാട്ടുള്ള ഒരു സ്വാമിയുമായിട്ട് ശിവപ്രഭാകര സിദ്ധയോഗിയെ പറ്റി സംസാരിക്കുമ്പോൾ യതിയെപ്പറ്റി ചോദിച്ചു. അപ്പോൾ യതിയെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് നമ്മുടെ കുട്ടിരാമനല്ലേ എന്നാണ് ചോദിച്ചത്.
പക്ഷേ നിങ്ങൾ തന്നെ എടുത്ത വീഡിയോ ആണോന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ കുട്ടിരാമനല്ലേ? അത് ഏത് കുട്ടിരാമൻ? അത് പണ്ട് ഞാനിവനെ ഇവിടുന്ന് കൊണ്ടുപോയതാണ്. അവനിപ്പോൾ 600 700 വയസ്സുണ്ട്. കൊണ്ടുപോയതാണ്. അവൻ അവിടെ പോയി ഏതോ ഒരു കായ് തിന്നരുതെന്ന് പറഞ്ഞു. അവൻ ആ കായ എടുത്ത് തിന്നു. അവൻ്റെ ദേഹം മുഴുവൻ വല്ലാതെ ചീർത്തു, രോമവും വളർന്നു എന്ന് പറഞ്ഞ പോലെ ഒരു കഥയല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ അബാക് മീഡിയയിലാണെന്ന് തോന്നുന്നു. വേറെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊച്ചുരാമനാണ്. അത് ഇവിടുത്തെ മനുഷ്യൻ കൊച്ചുരാമൻ ഏതാൾ തിന്നുകൂടാത്തൊരു കാ ഭക്ഷിച്ച് ഇത് ആയതാണ്, യതിയായതാണ്. ഇനിയും അല്ലാതെ യതി ഉണ്ടാകാം. യതി ഉണ്ടായതായിട്ട് പല ഋഷിവര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. ഹിമാലയത്തിലും വലിയ സന്യാസിമാർ പറഞ്ഞ് ഒന്നല്ലാതെ പലത് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ യതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹനുമാനും യതിയായിട്ട് വരും. യതി വളരെ ചീർത്ത ശരീരമാണ്. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ അടുക്കൽ അദ്ദേഹം ഒരിക്കൽ ഒരു ആശ്രമത്തിൽ വെച്ചുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പലതും സംസാരിക്കാൻ ശ്രമിച്ചു. എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് എന്നെ കാണാൻ പറ്റി. മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന 140 വയസ്സോളം പ്രായമുള്ള ഒരു ആശ്രമത്തിൻ്റെ മഠാധിപതി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ആശ്രമത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുക. അദ്ദേഹത്തിന് പറയുന്നു, ഇതാണ്ട് ഹനുമാൻജിയാണ് നിൽക്കുന്നത്, തൊഴണമെന്ന് പറഞ്ഞു. ഞാൻ തൊഴുതു. അപ്പോഴാണ് എൻ്റെ പേര് പറയുന്നത്. എൻ്റെ പേര് എന്താണ്, യഥാർത്ഥ പേര് പറയുന്നത്. എൻ്റെ പേര് സൂര്യനാരായണൻ എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്തൊക്കെ സൂര്യനാരായണൻ കുറേ നാൾ ഇട്ടിരുന്നു. സൂര്യനാരായണനാണ്. അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിലെ പേരാണോ സൂര്യനാരായണൻ? എന്താ അതെനിക്കറിയില്ല. എൻ്റെ യഥാർത്ഥ പേര് എനിക്ക് പ്രത്യേകിച്ച് ജന്മത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ യഥാർത്ഥ പേര്, എൻ്റെ ആത്മാവിനുള്ള പേര് സൂര്യനാരായണനാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ശരിക്കും അദ്ദേഹം ഈ പറഞ്ഞ സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെങ്കോട്ടുകോണം മഠാധിപതിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്. അദ്ദേഹത്തിൻ്റെ ചെങ്കോട്ടുകോണം മഠാധിപതി മരിച്ചിട്ട് തന്നെ 30 വർഷം 20 വർഷമായി. അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ഞാൻ ഈ പറഞ്ഞ ഹരിദ്വാർ സോമേശ്വരാനന്ദ സ്വാമികളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് കാണാം, അദ്ദേഹം കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹലൂസിനേഷൻ ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിനൊക്കെ ഹലൂസിനേഷൻ ഫീൽഡിലോട്ട് ഇറങ്ങിയാൽ ഇത് ഫാക്റ്റ് ഏതാ ഹലൂസിനേഷൻ ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവസാനം സത്യം കണ്ടുപിടിക്കാതെ വയ്യാതെ പോകും. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ അത് ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പുണ്ടെന്ന് പറയാതെ കുറേയൊക്കെ നമ്മൾ വിട്ടുകൊടുത്തെങ്കിലേ നമ്മൾക്ക് ഫാക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാണ്, വേറെ ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞു, വേറെ ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അദ്ദേഹം ചോദിക്കുന്നു, കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം അവിടെ ഹനുമാൻ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവിന് ഞാൻ ഇപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, വേറെ ആരെയും അദ്ദേഹം കൂടെ താമസിപ്പിച്ചിട്ടില്ല. ഞാൻ ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അകത്തോട്ട് കയറി വേലക്കാരി ചായ എടുത്ത് വെച്ചേക്കുന്ന പോലെ ചൂടുള്ള ചായ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഒരുപക്ഷെ ഹനുമാൻ്റെ സിദ്ധി കൊണ്ട് അകത്ത് ചായ ഉണ്ടായതായിരിക്കും. ഹനുമാൻ വേലക്കാരനായിട്ട് തരം താഴ്ത്തി പറയാൻ എന്നെ കൊണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ സിദ്ധി കൊണ്ട് അകത്തുണ്ടായതായിരിക്കും. എന്നെ കൊണ്ട് അവസാനം അദ്ദേഹത്തെ തൊഴണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ തൊഴുതു. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുക അല്ലാതെ ഇതിന് ഇനി ഒരു എവിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതെ, കണ്ടുപിടിക്കാൻ എന്നെക്കൊണ്ട് ആലോചിച്ചിട്ട് എവിഡൻസ് കിട്ടുന്നില്ല. ഒരു എവിഡൻസ് കണ്ടുപിടിച്ചേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊന്നും ദൈവമല്ല, എല്ലാം ദേവന്മാരാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു തലത്തിലുള്ള ഒരു സത്യമാണ് ദൈവം എന്ന് പറയുമ്പോൾ. അത് നമ്മളുടെ തന്നെ നമുക്ക് പറയാം. ഇത് ദേവന്മാരാണ്. അപ്പോൾ ആ ദേവനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഹിമാലയത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഈ സ്ത്രീ, അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ കുംഭമേളയ്ക്ക് പോയപ്പോൾ കണ്ട സ്ത്രീയെ 2011
ഹരിദ്വാർ കുംഭമേളയ്ക്ക് അവിടുത്തെ ആ നീൽഗംഗയിൽ നീൽഗംഗ എന്ന് വെച്ചാൽ സാധാരണ സന്യാസിമാരെ ജലസമാധി ഇരുത്തുന്നിടമാണ്. കാരണം അത്ര ഒഴുക്കാണ്, കുത്തൊഴുക്കാണ്, ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. നീൽഗംഗയിൽ കുളിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേട്ട് ഞാൻ മേളിൽ കൂടെ പാലത്തേ പോകുമ്പോൾ എൻ്റെ മുഖത്തോട്ട് വെള്ളം കുപ്പിളിച്ച സ്ത്രീയാണ് ഞാൻ ഈ ഹരിദ്വാർ കുംഭമേളയ്ക്ക്, ഈ ത്രിവേണി കുംഭമേളയ്ക്ക് കണ്ടത്. ആ പ്രധാന സ്ത്രീ, ബാക്കി ആരെയും എനിക്ക് മനസ്സിലായില്ല. ആ രണ്ടും ഒരു സ്ത്രീ തന്നെയായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എവിഡൻസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഇത് വേറൊരു തലമാണ്. ആ തലത്തിൽ വിശ്വസിക്കുന്നവർക്കങ്ങ് വിശ്വസിക്കാമെന്നല്ലാതെ വിശ്വസിക്കുന്നില്ലേ വിശ്വസിക്കേണ്ട, അതിന് എവിഡൻസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്.